നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാഭാരത യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കുക, ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സഫോളജിസ്റ്റുകൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ഷൻ എക്സിറ്റ് പോൾ സർവേ അത് സൂചിപ്പിക്കുന്ന രീതി തന്നെയാണ്. എന്നാൽ യഥാർത്ഥ ഫലം ജൂൺ 4 തന്നെയായിരിക്കണം അറിയേണ്ടത്. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ 7 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നടന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേയിൽ എല്ലാ സർവേ ഫലങ്ങളും പുറത്തു വരുമ്പോൾ BJPക്ക് എഡ്ജ് കൊടുക്കുകയാണ്. BJPക്ക് വലിയ മുന്നേറ്റം തന്നെയായിരിക്കും ഇത്തവണ എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ, ഹിന്ദി ബെൽറ്റിൽ, ഉത്തരേന്ത്യൻ മേഖലകളിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വളരെ ശക്തമായ പ്രകടനം കോൺഗ്രസ് കാഴ്ചവെച്ച് ശക്തമായി തിരിച്ചു വരും. രാജസ്ഥാനിൽ 7 മുതൽ 8 സീറ്റ് വരെ നേടിയെടുക്കും എന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ അത് വളരെയധികം ഗ്രാഫിക്കലി ഹൈപ്പ് കൊടുക്കുകയാണ് കോൺഗ്രസ്സിന്. ഇന്ത്യ മുന്നണിക്ക് ബീഹാറിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ഒക്കെ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയും എന്ന് പ്രവചിക്കുകയാണ്. പി മാർക്കിൻ്റെയും ഡി ഡൈനാമിക്സിൻ്റെയും ജൻ കി ബാത്തിൻ്റെയും NDTVയുടെയും റിപ്പബ്ലിക് TVയുടെയും ഒക്കെ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. NDTVയുടെ സർവേയിൽ NDAക്ക് 365 സീറ്റുകൾ ലഭിക്കുമെന്നും ഇന്ത്യ മുന്നണിക്ക് 142 സീറ്റുകളായിരിക്കുമെന്നും മറ്റുള്ളവർ, അതായത് മമതാ ബാനർജി അടക്കമുള്ള പാർട്ടികളുടെ കൂട്ടായ്മ, ആ പാർട്ടികൾക്കെല്ലാം കൂടിയായി 36 സീറ്റ് ലഭിക്കും എന്നുമാണ് പറയുന്നത്. അതായത് ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ഒരുപക്ഷെ 3-4 സീറ്റിലേക്ക് ചുരുങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഭരണവിരുദ്ധത അതിശക്തമായി ആഞ്ഞു വീശിയിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ എന്നുള്ളത് വ്യക്തം. പി മാർക്കിൻ്റെ സർവേയിൽ ഇന്ത്യ മുന്നണിക്ക് 154 സീറ്റ് കിട്ടും എന്ന പ്രവചനമാണ് വന്നിരിക്കുന്നത്. എന്നാൽ NDAക്ക് 359 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 30 സീറ്റുകൾ. അങ്ങനെയാണ് പി മാർക്കിൻ്റെ സർവേ വന്നിരിക്കുന്നത്. ഡി ഡൈനാമിക്സ് പറയുന്നു 371 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കുമെന്ന്. ഇന്ത്യ മുന്നണിക്ക് 125ലേക്ക് ഒതുങ്ങും എന്ന രീതിയിലേക്കാണ്. മറ്റുള്ളവർക്ക് 47. ജൻ കി ബാത്തിൽ പറയുന്നു 362 സീറ്റ് NDAക്കും 141 മുതൽ 161 വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന രീതിയിലേക്കാണ് ആ സർവേയിൽ വ്യക്തമാകുന്നത്. 43 മുതൽ 48 വരെ മറ്റുള്ളവർക്ക് എന്ന രീതിയിലേക്ക്. റിപ്പബ്ലിക് TV, നമുക്കറിയാം റിപ്പബ്ലിക് TV ഏത് രീതിയിലുള്ള, ഏത് ചായ്വിലാണ് അവർ പ്രകടനം നടത്തുന്ന, അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. അവർ പറയുന്നു 392 സീറ്റ് NDAക്ക് ലഭിക്കും. ഇത് വലിയൊരു രീതിയിൽ അവരുടെ BJP ക്യാമ്പുകൾ സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു കണക്കിലേക്ക് പോകുന്നതായി വളരെ വ്യക്തമായി നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലേക്ക് ഒരു ചായ്വോടുകൂടി പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായി പറയും. രാജ്യത്ത് മുഴുവൻ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി തന്നെ പല മേഖലകളിലും ആഞ്ഞു വീശി. ക്യാമ്പയിനിങ്ങിൽ ഇന്ത്യ മുന്നണി ഒട്ടും പിറകിലല്ലായിരുന്നു. അതിശക്തമായിരുന്നു 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം, അഹോരാത്രമുള്ള ഒരു പോരാട്ടം. അതിൽ 392 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കെതിരെ നേടും എന്ന് പറയുമ്പോൾ അവിശ്വസനീയം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ത്യ മുന്നണി 118 മുതൽ 133 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് റിപ്പബ്ലിക് TV ഇപ്പോൾ പറയുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് 43 മുതൽ 48. ഇതിനകത്ത് ഏറ്റവും രസകരം എന്ന് പറയുന്നത് കർണാടകയിൽ 22 സീറ്റുകൾ BJPയും 3 സീറ്റുകൾ JDSനും, അതായത് NDAക്ക് 25 സീറ്റ് വരെ ലഭിക്കും എന്ന രീതിയിലുള്ള കണക്കാണ്. പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ആളിക്കത്തി നിൽക്കുമ്പോൾ ആ വിഷയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ്. നിരവധി ഘട്ടങ്ങളിലായാണ് കർണാടക പോളിംഗിലേക്ക് പോയത്. നമുക്കറിയാം, ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 1 വരെ അവസാനിക്കുന്ന ഈ വലിയ രീതിയിലുള്ള പോരാട്ടം, സമാനതകളില്ലാത്ത പോരാട്ടം, 96 കോടി വോട്ടർമാർ പങ്കെടുക്കുന്ന ശക്തമായ വാശിയേറിയ ഈ പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് റിപ്പബ്ലിക് TV മാത്രം പറയുന്നു. അതുപോലെ ഡി ഡൈനാമിക്സും പറയുന്നു. എന്നാൽ 150ലേക്ക് അനായാസം കടക്കും. 190 180 ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഏതൊരു രീതിയിലും ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴത്തെ സർവേകളിലൊക്കെ 160 പരമാവധി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു. ഏതായാലും കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ UDFന് 17 മുതൽ 19 വരെ എന്ന് സി വോട്ടർ പറയുമ്പോൾ
LDFന് 1 മുതൽ 3 വരെ എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇടതുപക്ഷവും BJPയും അല്ലെങ്കിൽ NDA തമ്മിലുള്ള വോട്ട് ഷെയർ വിഹിതത്തിൽ കേവലം 2% വ്യത്യാസം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അതായത് LDFന് 29%, NDAക്ക് 27%. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് UDF ക്യാമ്പിൽ 40%-ലേറെ വോട്ട് നേടി അതിശക്തമായ മുന്നേറ്റം നടത്തുമ്പോൾ ഇടതുപക്ഷം തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരിക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ത്യ ടുഡേ പറയുന്നത് 17 മുതൽ 18 സീറ്റ് വരെ UDFന് കിട്ടുമ്പോൾ LDFന് 0, ഒരുപക്ഷെ 1 സീറ്റ് കിട്ടിയാലായി എന്നുള്ള രീതിയിൽ. എന്നാൽ NDAക്ക് 3 സീറ്റ് വരെ കിട്ടാം എന്നാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. ഇത്തരത്തിലേക്കാണ് എക്സിറ്റ് പോൾ പോകുന്നത്. ഏതായാലും ഈ രാജ്യത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഹിന്ദി ഹൃദയഭൂമി മേഖലയിൽ കഴിയും, ഹിന്ദി ബെൽറ്റിൽ കഴിയും എന്നുള്ളതല്ലാതെ വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ വരുന്നത്. നമുക്കറിയാം, ഈ രാജ്യം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ജൂൺ 4-ന് ഈ സർവേകളെക്കാളൊക്കെ പ്രാധാന്യം തെരഞ്ഞെടുപ്പിൻ്റെ വിധി തന്നെയാണ്. ആ വിധിക്കാണ് ഏറ്റവും പ്രാധാന്യം. വേവോളം കാത്തിരിക്കാമെങ്കിൽ 6 വോളവും കാത്തിരിക്കാം. ജനങ്ങൾ അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും ആ വലിയ വിജയത്തിൻ്റെ ആ കൊടിപാറുന്ന ദിവസം, അതാർക്ക് ഒപ്പം എന്നറിയാൻ വേണ്ടി.